വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF മുന്നേറ്റം പ്രവചിച്ചിരിക്കുകയാണ് അഭിപ്രായ സർവേ. തെരഞ്ഞെടുപ്പ് സർവേകളും പോളുകളും നടത്തുന്ന വിപ്രീസൈഡ് നടത്തിയ സർവേയിലാണ് സംസ്ഥാനത്ത് UDFന് മേൽക്കൈ പ്രവചിച്ചിരിക്കുന്നത്. 2019 സമാനമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കുമെന്നാണ് സർവേയിലെ പ്രവചനം. 2019 ആകെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19ലും UDF വിജയിച്ചിരുന്നു. ഇത്തവണ അതിൽ നിന്ന് 2 സീറ്റ് നഷ്ടപ്പെട്ട് 17 സീറ്റിലാണ് UDFന് വിജയം പ്രവചിക്കുന്നത്. കഴിഞ്ഞ തവണ 1 സീറ്റിൽ ഒതുങ്ങിയ LDFന് ഇത്തവണ 3 സീറ്റിൽ വിജയിക്കാനാകുമെന്നും വിപ്രീസൈഡ് നടത്തിയ സർവേയിൽ പറയുന്നു. കേരളത്തിൽ ഇത്തവണയും BJPക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല എന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. ജനുവരി 6 മുതൽ ഫെബ്രുവരി 13 വരെ കേരളത്തിലെ 2000 പേരിൽ നിന്നാണ് വിപ്രീസൈഡ് അഭിപ്രായം തേടിയത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടക്കുകയെന്നാണ് റിപ്പോർട്ടർ മെഗാ പ്രീപോൾ സർവേ പറഞ്ഞിരുന്നത്. എന്നാൽ ശക്തമായ മത്സരത്തിനൊടുവിൽ UDF തന്നെയായിരിക്കും മണ്ഡലം നിലനിർത്തുകയെന്നാണ് സർവേയിലെ കണ്ടെത്തൽ. സർവേയിൽ പങ്കെടുത്ത 34.6% പേരാണ് TN പ്രതാപൻ വിജയിക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ LDFനെ തള്ളി ഇത്തവണ BJP 2ാം സ്ഥാനത്തെത്തുമെന്നും സർവേ പ്രവചിച്ചിരുന്നു. BJP രണ്ടാമത് വരുമെന്ന് 33.5% പേരാണ് അഭിപ്രായപ്പെട്ടത്. 31.9% പേർ മാത്രമാണ് LDFനെ പിന്തുണച്ചത്. തൃശൂരിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. മണ്ഡലം നിലനിർത്താൻ UDFനു വേണ്ടി TN പ്രതാപൻ തന്നെയാണ് മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടി സുരേഷ് ഗോപിയും LDF സ്ഥാനാർത്ഥിയായി CPI നേതാവ് VS സുനിൽകുമാറുമായിരിക്കും ഇറങ്ങിയേക്കുക. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും BJP നയിക്കുന്ന NDA തന്നെ അധികാരത്തിലെത്തുമെന്നാണ് വിപ്രീസൈഡ് സർവേയിലെ പ്രവചനം. NDAക്ക് 320 സീറ്റും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് 185 സീറ്റും ലഭിക്കുമെന്നാണ് പ്രവചനം. മറ്റുള്ളവർക്ക് 38 സീറ്റിലും ജയിക്കാനാകും. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും BJP അക്കൗണ്ട് തുറക്കാനാകില്ല. ആന്ധ്രാപ്രദേശിൽ NDAയ്ക്കും ഇന്ത്യ മുന്നണിക്കും 0 സീറ്റ് പ്രവചിക്കുന്ന സർവേ ആകെയുള്ള 25 സീറ്റിൽ TDP 21ഉം YSR കോൺഗ്രസ് 4 സീറ്റുകളും നേടുമെന്നും പറയുന്നുണ്ട്. അതേസമയം ഗോവ, ഹരിയാന, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ NDA തൂത്തുവാരും. കർണാടകയിലെ 28ൽ 22ഉം ബീഹാറിലെ 40ൽ 27ഉം മധ്യപ്രദേശിലെ 29ൽ 27ഉം ഉത്തർപ്രദേശിലെ 80ൽ 65ഉം ഡൽഹിയിലെ 7ൽ 6ഉം NDA നേടും. അസമിൽ 6ഉം കേരളത്തിലും മഹാരാഷ്ട്രയിലും 20ഉം തമിഴ്നാട്ടിൽ 39ഉം പശ്ചിമ ബംഗാളിൽ 19ഉം തെലങ്കാനയിലും പഞ്ചാബിലും 11ഉം ഉത്തർപ്രദേശിലെ 15 സീറ്റുകളുമാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുക.